നമസ്കാരം. നമ്മളിന്ന് ഒരു പ്രത്യേക വിവരണത്തിലേക്കാണ് കടക്കുന്നത്. അതെ. പുതുതായി ഉദ്ഘാടനം ചെയ്ത AKG സെന്റർ, അതിനെക്കുറിച്ചുള്ള ചില കുറിപ്പുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. പ്രത്യേകിച്ച് അതിന്റെ 5ാം നില, അവിടുത്തെ കാഴ്ചകളെക്കുറിച്ചാണ് ഈ വിവരണം കൂടുതൽ പറയുന്നത്. ശരിയാണ്. തിരുവനന്തപുരത്തെ ആ പുതിയ 9 നില കെട്ടിടം? അതെ, അതിന്റെ 5ാം നിലയിൽ എന്തൊക്കെയാണ് ശ്രദ്ധേയമായ കാര്യങ്ങളെന്ന് നമുക്ക് ഈ കുറിപ്പുകൾ. അതായത് 2025 ഏപ്രിൽ 23 വൈകുന്നേരം 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തല്ലോ. ആ കെട്ടിടത്തിലെ 5ാം നില, അവിടുത്തെ അകത്തളങ്ങളെക്കുറിച്ചാണ് ഈ കുറിപ്പുകൾ. അപ്പൊ നമുക്ക് ആ വിവരണങ്ങളിലേക്ക് കടക്കാം. ശരി, അപ്പോ കാര്യത്തിലേക്ക് ആ നിലയിൽ തന്നെയുള്ള മിനി കോൺഫറൻസ് ഹാളിന്റെ കാര്യം അതും പറയുന്നുണ്ട് കുറിപ്പില്. കോൺഫറൻസ് ഹാൾ. 100 ചുവന്ന കസേരകളുണ്ട്. പിന്നെ നല്ല മോഡേൺ സൗണ്ട് സിസ്റ്റംസ്. 100 കസേരകൾ. അതെ. എൻട്രൻസ് കഴിഞ്ഞാൽ നേരെ ഈ ഹാളിലേക്കാണോ എത്തുന്നത്? അങ്ങനെ ഒരു സൂചനയുണ്ട്. ഓക്കെ, അപ്പൊ 100 കസേരകൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഗ്യാതറിങ്ങിനൊക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ ചുവന്ന കസേരകൾ, അതൊരു പക്ഷേ അവരുടെ ഒരു ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ ഡിസൈനിന്റെ ഭാഗമാകാം. ആവാം. ആധുനിക സൗണ്ട് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ചർച്ചകൾ, അതിൻ്റെയൊക്കെ പ്രാധാന്യം, ക്വാളിറ്റി അതൊക്കെ ഉറപ്പാക്കാനായിരിക്കും. അതെ. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾക്കും ചർച്ചകൾക്കും വേണ്ടിയുള്ളൊരിടം, അങ്ങനെ ഒരു ചിത്രമാണ് ഈ വിവരണം തരുന്നത്. എനിക്ക് ഈ വിവരണത്തിൽ ശരിക്കും സ്ട്രൈക്ക് ചെയ്ത വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണത്? ഉദ്ഘാടന ദിവസം വൈകുന്നേരം പലതരത്തിലുള്ള സാധാരണ മനുഷ്യരില്ലേ, സമൂഹത്തിന്റെ പല തട്ടിലുള്ളവര്, അവരൊക്കെ ഈ 5ാം നില കാണാനെത്തിയത്രേ. ഓഹോ. എന്നിട്ട് ആ കാഴ്ചയെ അപൂർവവും വിലപ്പെട്ടതുമായ കാഴ്ചയായിരുന്നു എന്ന് പറയുന്നു. അത് ശ്രദ്ധേയമാണ്. അപൂർവം, വിലപ്പെട്ടത് എന്നൊക്കെ. അതെ. എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ വിശേഷിപ്പിച്ചതെന്നാ നിങ്ങൾക്ക് തോന്നുന്നത്? അത് നോക്കൂ, ഒരു പുതിയ ഇത്രയും വലിയൊരു കെട്ടിടം തുറക്കുമ്പോൾ സാധാരണക്കാർക്ക് അങ്ങോട്ട് പ്രവേശനം കിട്ടുന്നത് അതൊരു പ്രത്യേക സംഭവമായിട്ട് ഈ വിവരണം കാണുന്നു. ശരിയാണ്. ഈ അപൂർവവും വിലപ്പെട്ടതും എന്ന വാക്കുകൾ ചിലപ്പോ ഇത്തരം വലിയ ഇടങ്ങൾ സാധാരണക്കാർക്ക് അത്ര പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്ന ഒന്നല്ല എന്നൊരു ധാരണ പൊതുവേ ഉണ്ടല്ലോ. ഉണ്ടാവാം. അപ്പോൾ അതിനൊരു മാറ്റം വന്നു എന്ന രീതിയിലായിരിക്കാം ഈ കാഴ്ചയെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ജനപങ്കാളിത്തം അത്ര വലുതായിരുന്നിരിക്കാം. ഒരു പക്ഷേ ആ കെട്ടിടം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നൊരു മെസ്സേജ് കൊടുക്കാനും ഈ വിവരണം ശ്രമിക്കുന്നുണ്ടാവാം. അതെ അതെ. അപ്പോ ഈ വിവരണം ഉദ്ഘാടന ദിവസത്തെ ആ ജനകീയമായ ഒരു കാഴ്ച. അതെ, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും പറയുന്നത്. ഈ പറഞ്ഞതിൽ ഏതാണ് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ പിടിച്ചുപറ്റിയത്? അല്ലെങ്കിൽ ഈ വിവരങ്ങളിങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? തീർച്ചയായും ഈ വിവരണം കൂടുതലും ആ കെട്ടിടത്തിന്റെ ഒരു ഫിസിക്കൽ രൂപം, അതെ, പിന്നെ ഉദ്ഘാടന ദിവസത്തെ ആ ഒരു